മാസങ്ങളോളം സമരം നടത്തിയ ജനങ്ങളുടെ എതിർപ്പിനെ മറികടന്നാണ് അടൂരിൽ പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിന് അനുമതി നൽകാൻ നഗരസഭാ യോഗം തീരുമാനിച്ചത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് പ്ലാന്റിന് അനുമതി നൽകിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്നും അതിനുവേണ്ടി പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്ലാന്റ് ഉടമ അടൂർ നഗരസഭയെ സമീപിക്കുകയായിരുന്നു. ജനങ്ങളെല്ലാം വളരെ ദുരിതത്തിലാണ്. അതുപോലെ തന്നെ കുടിവെള്ളം, ഇവിടുത്തെ കിണറുകൾ എല്ലാം മലിനമായിരിക്കുകയാണ്. കുടിവെള്ള സ്രോതസ് തോടുകൾ, ഈ തോട് തന്നെ കയ്യേറിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തോടിൻ്റെ വെള്ളം ഊറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ നിർമ്മാണം. അതുപോലെ ഈ പ്ലാന്റ് ടാർ മിക്സ് ചെയ്യുന്നത് ഈ തോട്ടിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ്. വർഷങ്ങളായി അടൂർ നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെയാണ് പ്ലാന്റ് പ്രവർത്തിച്ചിരുന്നത്. പ്ലാന്റിന്റെ പ്രവർത്തനത്തിലൂടെ പ്രകൃതിക്കും ജൈവസമ്പത്തിനും വലിയ രീതിയിൽ ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്താണ് 50 മീറ്റർ പോലും അകലമില്ല അംഗൻവാടി പ്രവർത്തിക്കുന്നു. 50ഓളം കുട്ടികൾ അവിടെ അംഗൻവാടിയിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഇപ്പോഴും ശ്വാസം മുട്ടലും വലിവുകളും തുടങ്ങിയിട്ടുണ്ട്. പ്ലാന്റിനെതിരെയുള്ള ജനകീയ സമരങ്ങളോട് രാഷ്ട്രീയ കക്ഷികൾ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങളുടെ സമരത്തിന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ഈ പ്ലാന്റ് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ശരി തന്നെ, ഞങ്ങളുടെ ഒരാളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ശരി തന്നെ, ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് പ്ലാന്റ് തുറക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. ഈ സ്റ്റേ ലംഘിച്ചുകൊണ്ടാണ് CPM ഭരിക്കുന്ന അടൂർ നഗരസഭ പ്ലാന്റിന് വീണ്ടും പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.